എന്തായിരുന്നു കുട്ടനാട്ടിലെ ഈ ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം? കുട്ടനാട് ഇന്ന് അനുഭവിക്കുന്ന പ്രളയക്കെടുതിക്ക് കാരണം അധികാരികളുടെ അശ്രദ്ധയും കുട്ടനാടിൻ്റെ വികസനത്തിനായി ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട് അവഗണിച്ച് ഇവിടെ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ്. കേന്ദ്ര സർക്കാർ ആദ്യം അനുമതി നൽകിയത് 1840 കോടി രൂപ. സംസ്ഥാന സർക്കാർ പദ്ധതികൾ വിപുലീകരിച്ചതോടെ ചെലവ് 4207 കോടി രൂപയായി ഉയർത്തി. കേന്ദ്രം പ്രവർത്തനാനുമതി നൽകിയത് 1266 കോടി രൂപ. സംസ്ഥാന സർക്കാർ കൈപ്പറ്റിയത് 300 കോടി രൂപ. ചെലവഴിച്ചത് 165.81 കോടി രൂപ മാത്രം. കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതികൾ കുട്ടനാട്ടിലെ ഈ ചെറുകിട പാടശേഖരങ്ങളിൽ നടപ്പിലാക്കാൻ കാലതാമസം വന്നതിൻ്റെ പോരായ്മ ഈ രണ്ടാം കൃഷിയെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. കായൽ പ്രദേശങ്ങളിലാണ് കൂടുതലും സ്വാമിനാഥൻ കമ്മീഷൻ്റെ ബണ്ടുകളാണേലും കലുങ്കുകളാണേലും ഒക്കെ തന്നെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ ചെറുകിട പാടങ്ങളിൽ എത്രയും പെട്ടെന്ന് സ്ഥാപിച്ചെടുത്തു കഴിഞ്ഞാൽ പുറം ബണ്ടുകൾ ബലപ്പെടുത്തി കഴിഞ്ഞാൽ കുട്ടനാട്ടിൽ രണ്ടാം കൃഷി പരിപൂർണമായി പോവുകയും കുട്ടനാടൻ ജനതയുടെ ജീവിതത്തിനാകമാൻ ഒരു മെച്ചപ്പെടുത്തൽ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ 68 മുതൽ ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ ഈ കണ്ടങ്കരി ഭാഗത്താണ് ആദ്യം രണ്ടാം കൃഷി തുടങ്ങുന്നത്. അന്ന് മുതലുള്ള പാടങ്ങൾ ഇപ്പോഴും സർക്കാരിൻ്റെ കല്ലുകെട്ട് പോലും ഇവിടെ പല പാടങ്ങളിലും കെട്ടാതെ കിടക്കുക. ഇതൊന്നുമില്ലാഞ്ഞ് ഈ അടുത്ത കാലത്ത് കൃഷിയില്ലാത്ത പാടത്തിൻ്റെ ഇടത്തോടുകൾ പോലും കല്ല് കെട്ടിപ്പോയി. അതേസമയം ഇതിൻ്റെ പല ഭാഗങ്ങളും കല്ല് കെട്ടാതെ കിടക്കുക. ഞങ്ങൾക്ക് യാതൊരു ആനുകൂല്യം കിട്ടിയിട്ടില്ല. ബണ്ടിൻ്റെ സ്കീമോ ആ കല്ലുകെട്ടോ യാതൊന്നും ഉണ്ടായിട്ടില്ല ഇത് ഇന്നേ വരെ. കുട്ടനാട് പാക്കേജിൽ നെടുമണി വില്ലേജ് പോലുള്ളവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുള്ളൂ. ചെമ്പക്കുളം പഞ്ചായത്തിൽ ഒറ്റ പാടങ്ങളോ അതിൻ്റെ വർക്കുകളോ നടന്നിട്ടില്ല. വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് ഡോക്ടർ സ്വാമിനാഥന്റെ നിർദ്ദേശങ്ങൾ സുപ്രധാനമാണ്. തണ്ണീർമുക്കം ബണ്ടിന്റെ മധ്യഭാഗത്ത് ഷട്ടറുകൾ നിർമ്മിച്ച് കമ്പ്യൂട്ടർ സംവിധാനത്തോടെ ശാസ്ത്രീയമായി പൂർത്തീകരിക്കുക എന്നതായിരുന്നു പരമപ്രധാനമായ ആദ്യ നിർദ്ദേശം. തോട്ടപ്പള്ളി സ്പിൽവേയുടെ ആഴം കൂട്ടി നവീകരിക്കുക, C-D ബ്ലോക്കുകൾക്കിടയിലൂടെ പമ്പാ നദിക്ക് സുഗമമായി ഒഴുകാനുള്ള സൗകര്യമൊരുക്കുക, AC റോഡിന് സമാന്തരമായി നിർമ്മിച്ച കനാലിന്റെ ആഴം കൂട്ടി പൂർത്തീകരിക്കുക എന്നിവയാണ് ഒന്നാം ഘട്ടത്തിൽ ഡോക്ടർ സ്വാമിനാഥൻ നിർദ്ദേശിച്ചത്. രണ്ടാം ഘട്ടത്തിൽ നീർത്തോടുകളുടെയും കനാലുകളുടെയും ആഴം കൂട്ടുകയും അതിലെ എക്കൽ ഉപയോഗിച്ച് പുറംബണ്ട് കെട്ടുകയും ചെയ്യണമെന്നും നിർദ്ദേശിക്കുന്നു. നാട്ടിലെ ഈ പറഞ്ഞ മലിനമായിട്ടുള്ള ജലം ഒഴുകിപ്പോകുവാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള എന്ന് പറയുന്നത് AC കനാലാണ്. ആ AC കനാലിൽ പാലങ്ങൾ വേണ്ട എന്നുള്ളതല്ല, പാലം വികസനത്തിന് ആവശ്യമാണ്. എന്നിരുന്നാൽ തന്നെയും അതിൻ്റെ നമ്മുടെ ശാസ്ത്രീയപരമായിട്ട്, അതായത് കുട്ടനാടിൻ്റെ ആ ഒരു ഇതനുസരിച്ചുള്ള ശാസ്ത്രീയപരമായിട്ട് നിർമ്മിച്ചിട്ടുള്ള പാലങ്ങളല്ല. പാലം വളരെ അധികം ദോഷം ചെയ്യുന്നുണ്ട് ഈ വെള്ളത്തിൻ്റെ ഒഴുകിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ കൃഷിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഈ മടവീഴ്ച ഉണ്ടാകുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം ഇതാണ്, വെള്ളം ഒഴുകി പോകാനുള്ള മാർഗമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുട്ടനാട്ടിലുള്ള ഏതാണ്ട് 25% പാടശേഖരങ്ങളിൽ ഇപ്പം കൃഷി നടക്കുന്നു. എന്തായിരുന്നു കുട്ടനാട്ടിലെ ഈ ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം? കുട്ടനാടിന്റെ ഭൂപ്രകൃതി അറിയാത്ത ഉദ്യോഗസ്ഥർ മുൻഗണനാക്രമം തെറ്റിച്ചു.
ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷന്റെ നിർദ്ദേശങ്ങളെ തള്ളിക്കളയുകയും ചെയ്തു. ഫലമോ കുട്ടനാട് 2 മാസത്തോളം വെള്ളത്തിൽ മുങ്ങിക്കിടന്നു. വെള്ളപ്പൊക്കത്തിൽ കുട്ടനാട്ടിലെ പാടശേഖരങ്ങൾ മുങ്ങുന്നു. കാരണം ബണ്ടുകൾക്ക് പൊക്കമില്ല. ഉടനെ 75 സെൻറ്റിമീറ്ററോടെ പൊക്കം വെക്കാനാണ് തീരുമാനിച്ചത്. കാരണം എഞ്ചിനീയറിങ്ങിൻ്റെ തലമണ്ട കയറിയിരിക്കുന്ന മത്ത് പിടിച്ചിരിക്കുന്നത് ഈ കൽക്കെട്ടുകളും എഞ്ചിനീയറിങ് ആസ്പെക്റ്റുമാണ്. കുട്ടനാടിൻ്റെ എഞ്ചിനീയറിങ് ആസ്പെക്റ്റ് ജയിപ്പിക്കില്ല. കുട്ടനാടിന് അതിൻ്റെതായ ഒരു തനിമയുണ്ടായിരുന്നു, ഒരു എഞ്ചിനീയറിംഗ് ഉണ്ടായിരുന്നു. അത് മുരിക്കനെ പോലെയുള്ള ചാലപ്പണിക്കരെ പോലെയുള്ള പഴയ ആൾക്കാർ, നമ്മുടെ പൂർവികരായ കൃഷിക്കാരൻ കണ്ടെത്തിയ ഒരു ഇൻ്റലിജൻസ് ടെക്നോളജി ഉണ്ടായിരുന്നു. അത് ഈ നമ്മുടെ സയൻസുമായിട്ട് കൂട്ടി യോജിപ്പിക്കുക, അതിനെ ബേസ് ചെയ്തുകൊണ്ട് വേണം കുട്ടനാട്ടിൽ വികസിപ്പിക്കാവൂ. അതിനുള്ള പരിഹാരമാർഗം ഇവിടുത്തെ തടസ്സങ്ങൾ നീക്കം ചെയ്യുക. പല സ്ഥലങ്ങളിലും പാലങ്ങളും ഒക്കെ പണിതിരിക്കുന്നത് വെള്ളത്തിൻ്റെ സുഗമമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ തന്നെ പലയിടത്തും പാലങ്ങൾ പണിതിട്ടുണ്ട്. അതിൻ്റെ തടസ്സങ്ങൾ ധാരാളം. പിന്നെ പ്രകൃതിയാൽ ഉണ്ടാകുന്നതുമായ ഓരോ തടസ്സങ്ങൾ, പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ഓരോ തടസ്സങ്ങൾ, അതിന് തോടുകൾ ആഴം കൂട്ടുക എന്നുള്ളതൊരു മെയിൻ കാരണമാണ്. ദൂരവ്യാപക ഫലങ്ങളായിരിക്കും ഈ വെള്ളപ്പൊക്കം കൊണ്ടുവരിക. പ്രളയം പിൻവാങ്ങിയെങ്കിലും കൃഷിയുടെ താളം തെറ്റി. സംസ്ഥാനത്തെ ഈ വർഷത്തെ നെല്ലുൽപാദനത്തിൽ വൻ കുറവുണ്ടാക്കും എന്നുറപ്പാണ്. കേരളത്തിന് അന്നമൂട്ടുന്നതിൽ കുട്ടനാടിന്റെ വിഹിതം 37% പ്രത്യേകിച്ചും.